ഇന്ദിരാഗാന്ധിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് വന്നു. കാരണം ആ വർഷം തുടർച്ചയായി പരീക്ഷ എഴുതി 3 or 4 പ്രാവശ്യം എഴുതി തോറ്റപ്പോ അവിടുത്തെ കോളേജുകാർ പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളുടെ കോളേജിന്റെ പ്രൊഫൈൽ നഷ്ടപ്പെടുത്തരുത്, താങ്കൾ ഇവിടെ നിന്നും വിട്ടുപോകണം, എന്നേക്കുമായി ഇവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് പോകണം, അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ആളാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെ പരാജയത്തോടു കൂടി കരഞ്ഞു വന്ന ഇന്ദിരാഗാന്ധിയെ ജവഹർലാൽ നെഹ്റു ചേർത്തു പിടിച്ച് അവളോട് പറഞ്ഞത് പരാജയം ഒരു പ്രശ്നമല്ല. അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയോട് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലെ 1ാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്റെ തോറ്റു തുന്നമ്പാടി വന്ന നാണം കെട്ട് ഏറ്റവും തലയിൽ ഈ തൊപ്പിയിട്ട് വന്ന ഈ ഇന്ദിരാഗാന്ധി എന്ന പെൺകുട്ടിയോട് പറഞ്ഞു, പ്രിയദർശിനി എന്നാണ് പേര്, അവളോട് പറഞ്ഞത് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഡൽഹിയിലെ അന്നത്തെ തെരുവീഥികളിലൂടെ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെ ഒറ്റയ്ക്ക് നടന്നപ്പോഴൊക്കെ കരഞ്ഞു നടന്ന ആ ഇന്ദിരാ പ്രിയദർശിനി പിന്നീട് തല കുമ്പിട്ട് കരഞ്ഞു നടന്ന പ്രിയദർശിനി തല ഉയർത്തി കരയാതെ നടന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അന്നത്തെ ഡൽഹിയിലെ തെരുവീഥികൾ. പട്ടാപ്പകൽ പോലും പുരുഷന്മാർക്ക് കൂട്ടത്തോടെ നടക്കാൻ കഴിയാത്ത തരത്തിൽ ആക്രമിക്കുന്ന തീവ്രവാദികളും വലിയ മതവിദ്വേഷമുള്ള ഒരു കാലഘട്ടമാണ്. അത്തരത്തിൽ കൊള്ളയും കൊലയും നടക്കുന്ന ഒരു സമൂഹത്തിലേക്ക്, ഒരു രാത്രിയിലേക്ക്, അർദ്ധരാത്രിയിലേക്കാണ് സ്വന്തം മകളെ ജവഹർലാൽ നെഹ്റു ഇറക്കി വിട്ടത്. അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഷീ ബിക്കെയിം അയൺ എന്തായിട്ട് മാറി? നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അയൺ ലേഡി ആയിട്ട് മാറി ഇല്ലേ? അപ്പൊ ഉരുക്ക് വനിതയായിട്ട് മാറി. അങ്ങനെ നമ്മളെ തോൽവികളെ അല്ലെങ്കിൽ പരാജയങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് പുതിയ വഴികൾ തേടി പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി പുതിയ വാതായനങ്ങളിലേക്ക് കടന്നെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ തോൽവി എന്നുള്ള വാക്ക് നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പ്രോജക്റ്റ് ഉണ്ട്, ഓരോ മനുഷ്യനും ആ പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം വന്നില്ലേ അങ്ങനെ നടക്കുവോ എന്നുള്ളത്? നോക്കൂ, ഞാനൊരു ചെറിയ വാക്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പശ്ചാത്തലം ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുക. അതാണ് വേണ്ടത്. ഏതാണ്? വായിക്കുമോ? മക്കളുടെ അടുത്താണ് ചോദ്യം. ഇന്ന് എനിക്ക് ആരുടെടുത്തും അവരോടൊന്നും സംസാരിക്കാനില്ല. പാസ്റ്റർ പറഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചിട്ടുണ്ടോ? ലൂക്കോസിനെ അറിയാമോ? റബ്ബർ വെട്ടുന്ന ലൂക്കോസ് അല്ല, പാല് കൊണ്ടുവരുന്ന ലൂക്കോസ് അല്ല. ലൂക്കോസ് ഈ ലൂക്കോസിനെ അറിയാമോ? വൈദ്യനായ ലൂക്കോസ്, ഈ സുവിശേഷം എഴുതിയ ലൂക്കോസിന്റെ 2-ാമത്തെ അധ്യായം, ആ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ അതിൽ 10-ാം വാക്യത്തിൽ പറയുന്നു, ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് അവിടെ കുറെ ആട്ടിടയന്മാർ വിശ്രമിക്കുന്നവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട. ദൂതൻ വന്നപ്പോ പെട്ടെന്ന് അവർ പരിഭ്രമിച്ചു, അന്തം വിട്ടുപോയി. അമ്പോ ഇതെന്തിനാണ്, ഞങ്ങളാരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. അങ്ങനെ പരിഭ്രമിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടരുത്, സർവ്വജനത്തിന് ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആർക്കെങ്കിലും പറയാമോ ഇതെന്തിനെ കുറിച്ചാ പറഞ്ഞെന്ന്? പറഞ്ഞോ? എന്താണ്? യേശുവിന്റെ ജനനത്തെ കുറിച്ചാ ഇല്ലേ? സകല മനുഷ്യരുടെയും മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു എവിടെ ജനിക്കുന്നു? ബത്ലഹേമിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഗർഭിണിയായ മറിയയും ജോസഫും കൂടി യാത്ര ചെയ്തതും, പിന്നെ വഴിയമ്പലത്തിലും വീട്ടിൽ മറ്റു ഒരിടത്തും പ്രവേശനമില്ലാതെ ആയതും, അവസാനം എന്ത് ചെയ്യുന്നു? ഒരു കാലിത്തൊഴുത്തിലേക്ക് കയറേണ്ടി വന്നതും, അവിടെ വെച്ച് പ്രസവിക്കുന്നതും. അപ്പൊ ഈ ഒരു വിശേഷം ദൂതൻ വന്ന് ആരോട് പറയുന്നു? ആട്ടിടയന്മാരോട് പറയുന്നു ഇല്ലേ? അപ്പോ അവരോട് പറഞ്ഞത് എന്താ? ആ സെന്റൻസ് ഒന്നുകൂടി നിങ്ങളൊന്ന് വായിച്ചേ. എന്താ പറഞ്ഞേ? സർവ്വജനത്തിന് ഉണ്ടാവാനുള്ള മഹാസന്തോഷം. പ്രോജക്റ്റ്. ഇത് ആരുടെ പ്രോജക്റ്റാ? പ്രോജക്റ്റ് നമ്പർ എന്താണ്? യേശുവിന്റെ ജനനം. പ്രോജക്റ്റിന്റെ പേര് നിങ്ങൾ ഈ ജനകീയാസൂത്രണത്തിനൊക്കെ പങ്കെടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം. പ്രോജക്റ്റുകൾ ഇങ്ങനെ കൊടുക്കണം, പ്രോജക്റ്റ് കൊടുക്കണം, മേളിലേക്ക് കൊടുക്കണം. പ്രോജക്റ്റ്, അതിന്റെ പേര്, അതിന്റെ ആമുഖം, അതിന്റെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ സാധനമുണ്ട്. അപ്പൊ പ്രോജക്റ്റിന്റെ പേര് പറഞ്ഞ എന്താ? പ്രോജക്റ്റിന്റെ പേര് യേശുവിന്റെ ജനനം ഇല്ലേ? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? സർവ്വജനത്തിനും സന്തോഷം ഉണ്ടാവുക, അവർക്ക് പാപമോചനം കൊടുക്കുക, ഇങ്ങനെ കുറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ 1-ാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഇതാ, പ്രോജക്റ്റിന്റെ ലക്ഷ്യം ഒരു മഹാസന്തോഷം ഉണ്ടാക്കണം. ആർക്കാ ഉണ്ടാകേണ്ടത്? സർവ ജനത്തിന്. ഹിന്ദു, മുസ്ലിം, ഇസ്ലാം അങ്ങനെ ഒന്നും പ്രശ്നമില്ല. ഏത് ജാതിക്കാരോ മതക്കാരോ ആരും ആയിക്കോട്ടെ, ഈ ലോകത്ത് മനുഷ്യൻ എന്ന പേരിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം എന്തുണ്ടാവണം? ഇതാണ് പ്രോജക്റ്റിന്റെ ലക്ഷ്യം ഇല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്നെ എന്താ സംഭവിച്ചത്?
കുറെ കാര്യങ്ങൾ നടന്നു ഇല്ലേ? കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു. അവരെന്ത് ചെയ്തു? അവര് പൊന്നും ഒരു മുന്തിരിക്കോക്ക് കൊണ്ടുവന്നു. എവിടെയാണ് ക്രിസ്തു ജനിച്ചതെന്ന് വന്ന് അന്വേഷിച്ചു. എവിടെയാണ് അന്വേഷിച്ചത്? ഇസ്രായേലിനൊരു പുതിയ രാജാവ് വന്നു എന്നാണ് അവർക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് അവർ വന്നത് എവിടെയാ? കൊട്ടാരത്തിലാണ്. ഹെരോദാവിന്റെ അടുത്താണ് ഇന്ന് ചോദിക്കുന്നത്. ഹെരോദാവ് അന്തം വിട്ടു ഇല്ലേ? ഹെരോദാവ് വാക്യത്തിൽ ഇങ്ങനെ പരിഭ്രമിച്ചു. എന്ത് ചെയ്തു? വല്ലാതെ ഭ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇവര് ഭ്രമിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്ന ഈ ആളിനെ നമുക്കറിയില്ല, എവിടെ ജനിച്ചു എന്നറിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പോയി അവനെ കണ്ടതിന് ശേഷം വന്ന് എന്നോട് എന്ത് ചെയ്യണം? പറയണം. കാരണം എനിക്ക് എന്തിന് ആഗ്രഹമുണ്ട്, അവനെ ഒന്ന് ചെന്ന് വണങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു വിടുന്നു. നോക്കൂ, ഈ വിദ്വാൻമാരോട് ഹെരോദാവ് അങ്ങനെ പറഞ്ഞത് യേശുവിനെ വണങ്ങാനുള്ള ആഗ്രഹം കൊണ്ടാണോ? പിന്നെ എന്തിനാണ്? ഞാനാണ് രാജാവ്, എനിക്ക് മേലെ വേറൊരു രാജാവ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? തട്ടണം. മനസ്സിലായോ എന്നാണ്. ഇനി നേരത്തെ ദൂതൻ വന്ന് മഹാസന്തോഷമാണെന്ന് അറിയിച്ചപ്പോ ആട്ടിടയന്മാരെന്താ ചെയ്തത്? അവരെന്താ ചെയ്തേ? ആട്ടിടയന്മാരെന്താ ചെയ്തേ? നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം ഇല്ലേ? ഒട്ടും വൈകാതെ തിടുക്കപ്പെട്ട് എങ്ങോട്ട് പോകുന്നു? അത് യേശുവിനെ കാണാൻ പോകുന്നു. അവരറിഞ്ഞ കാര്യം മറ്റുള്ള എല്ലാവരോടും പറയുന്നു ഇല്ലേ? അങ്ങനെ സന്തോഷത്തോടു കൂടി പോകുന്നു. അവർ ശിശുവിനെ വണങ്ങുന്നു. ഇത് വാക്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പറയുന്നില്ല. വാക്യങ്ങൾ അവിടെ ചെന്ന് അവർ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾ വേണമെങ്കിൽ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചോളൂ, ഒരു വാക്യം വായിച്ചോളൂ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം. ഓക്കെ, അവർ കണ്ട കാര്യം, അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു. അവരും ആശ്ചര്യപ്പെട്ടു. അത് കഴിഞ്ഞ് ലൂക്കോസ് 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായി എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. അപ്പം എന്ത് ചെയ്തു? ആട്ടിടയന്മാർ വന്നു, അവർ ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തി അവർ മടങ്ങിപ്പോയി. മറ്റവർ വന്നു, അവർ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത്? അവരെ മുമ്പിൽ ഒരു നക്ഷത്രം വന്നു. അത് നിങ്ങൾക്ക് ഇത് കഥ പോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതാണ്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് അതുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായവും വീട്ടിൽ പോയി നന്നായിട്ട് വായിച്ചാൽ ഇതിന്റെ മൊത്തം പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാനിപ്പോ പറയേണ്ടതില്ല. അവരവിടെ ചെന്നു, ഈ സ്ഥലം കണ്ടെത്തി. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു, നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഇങ്ങനെ കയ്യിലുള്ളതൊക്കെ കാഴ്ചവെച്ചു. നോക്കൂ, ആട്ടിടയന്മാര് ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന്, അറിഞ്ഞ ഉടനെ അവരെന്ത് ചെയ്തു? നേരെ ശിശുവിനെ പോയി കണ്ടു. കണ്ടിട്ട് അവരെന്ത് ചെയ്തു? അറിഞ്ഞ കാര്യം കാണും മുമ്പേ തന്നെ അവരെന്ത് ചെയ്തു? ശിശുവിനെ കാണും മുമ്പേ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു. നമ്പർ 2. പിന്നെ നമ്പർ 3 എന്താ അവര് ചെയ്തത്? ശിശുവിനെ ചെന്ന് വണങ്ങി ദൈവത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ 4 കാര്യങ്ങൾ അവർ ചെയ്തു. ഇവരോ, വിദ്വാൻമാരോ, നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു, തേടി വന്നു, ആ സ്ഥലം തേടി കുഞ്ഞിനെ തേടി വന്നു, കുഞ്ഞിനെ കണ്ടു, പിന്നെ അവർക്കുള്ളതിനെല്ലാം അവർ ശിശുവിനെ സമർപ്പിച്ചു, വീണ് നമസ്കരിച്ചു. ഇത്രയും ചെയ്തിട്ട് പോയി. അപ്പൊ ഇവിടെ സന്തോഷമാണോ സങ്കടമാണോ? പറഞ്ഞോ. ഈ അറിഞ്ഞവർക്കൊക്കെ ദൂതന്മാര് സന്തോഷിച്ചു ഇല്ലേ? കുഞ്ഞ് ജനിച്ചപ്പോ അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷം. സംശയം ഉണ്ടാ? അയ്യോ ജനിച്ചു പോയല്ലോ, അങ്ങനെ ആരെങ്കിലും അങ്ങനെ പറയൂ? ഇല്ല. നമ്മൾ ജനിക്കുമ്പം നമ്മൾ മാത്രമേ കരയൂ. ജനിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടാ? ഞാൻ ജനിച്ചു അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ അപ്പ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇരുന്നാരാണ്? അച്ഛനും അമ്മയാണ് ഇല്ലേ? അതുപോലെ നാട്ടുകാർക്ക് സന്തോഷമായി, ആട്ടിടയന്മാർക്ക് സന്തോഷമായി, വിദ്വാൻമാർക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെ സന്തോഷത്തിന്റെ ഒരു പ്രോജക്റ്റ് ദൈവം നടപ്പിലാക്കി ബഹുഭൂരിപക്ഷം ആളുകളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മത്തായി 2-ാം അധ്യായം 16-ാം വാക്യം കൂടി ഒന്ന് വായിച്ചോ. ഓക്കെ, എല്ലാവർക്കും സന്തോഷം. പക്ഷെ ഹെരോദാവിനോ? ഒരേ സീനിലെ കുറെ ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ വെച്ചത്. ദൂതന്മാര് സന്തോഷിക്കുന്നു, ആട്ടിടയന്മാര് സന്തോഷിക്കുന്നു, കേട്ടവരെല്ലാം സന്തോഷിക്കുന്നു, കടന്നു വന്ന വിദ്വാൻമാര് സന്തോഷിക്കുന്നു. പക്ഷെ ഒരാൾക്ക് മാത്രം എന്ത് വന്നില്ല? സന്തോഷം വന്നില്ല. അയാൾക്ക് എന്താ വന്നത്? അയാൾക്ക് എന്താ ഉണ്ടായത്? അയാൾക്ക് കോപം ഉണ്ടായി. കാരണം എന്റെ അധികാരത്തിന് മേലെ വേറൊരാൾ വന്നോ എന്നുള്ളൊരു കോപത്തോടു കൂടി കണ്ടു. അതിന്റെ ഭാഗമായി വരുന്ന സംഭവം എന്താന്ന് നോക്കൂ. അതിന്റെ തൊട്ടു താഴെയുള്ള കാര്യം ഇങ്ങനെയാണ്. വിദ്വാൻമാരോട് വന്ന്
എന്നെ ഒന്ന് കണ്ടിട്ട് പോണേ എന്ന് പറഞ്ഞെങ്കിലും ദൈവാത്മാവ് പറഞ്ഞു, വിദ്വാൻമാർക്ക് അറിയിപ്പ് കൊടുത്തു, തിരിച്ചു പോണ്ട. അതുകൊണ്ട് അവർ വന്ന് ആ വഴിക്ക് തന്നെ അവരങ്ങ് തിരിച്ചു പോയി. ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയില്ല. ഹെരോദാവിന് വിദ്വാൻമാരെന്നെ കളിയാക്കിയോ, എന്നെ പറ്റിച്ചോ എന്നുള്ളൊരു മനോഭാവം വന്നപ്പോ ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നത് ഒരേ ഒരാളിനാണ്. നോക്കണേ, വേറെ ആർക്കെങ്കിലും ദേഷ്യം വന്നോ? നമ്മൾ ഈ പറഞ്ഞ ഈ സീനിനകത്ത് ഒരേ ഒരാളിനാണ് ദേഷ്യം വന്നത്. നോക്കൂ, ഒരേ ഒരാളിൽ ഒരു നല്ല ആരാധന നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുമ്പോൾ, ഒരു സന്തോഷകരമായ സന്ദർഭത്തിനുള്ളിൽ ഒരാളിന് ദേഷ്യം വന്നാൽ അതെന്താ സംഭവിക്കുക? അവിടെ മുഴുവൻ കരച്ചിലും സങ്കടം ഉണ്ടാവും. അതെല്ലാവരും വ്യാപിക്കും. ഈ ഒരു പദ്ധതിയാണ് പിശാചിന്റെ പദ്ധതി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സംഭവിച്ചത് ഹെരോദാവിന് ദേഷ്യം വന്നു. ഹെരോദാവ് ദേഷ്യം വന്നപ്പം ബാത്റൂമിനകത്ത് കയറി ചീത്തയും വിളിച്ച് അതിലെ ചുവരിൽ രണ്ട് ഇടിയിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേനെ. ഹെരോദാവ് ഒരു അധികാരി ആയതുകൊണ്ട് ഹെരോദാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അധികാരത്തിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. എവിടെയാണ് ജനിച്ചതെന്ന് കൃത്യമല്ല, ആരാണ് ജനിച്ചതെന്ന് അറിഞ്ഞുകൂടാ, കുട്ടിയുടെ പേരറിഞ്ഞുകൂടാ. പക്ഷെ ഏകദേശ കണക്ക് വെച്ചിട്ട് ഒരു കുഞ്ഞാണ്, ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. പക്ഷെ ആ ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ വലിയൊരു പദ്ധതി തയ്യാറാക്കി. എന്താ ചെയ്തത്? 2 വയസ്സിന്റെ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, ആൺകുട്ടികളെയും കൊന്നുകളയാൻ തീരുമാനിച്ചു. അപ്പൊ സന്തോഷം ഉണ്ടാവോ? ദൈവത്തിന്റെ പ്രോജക്റ്റ് എന്താ? നിങ്ങൾ പറഞ്ഞേ. ദൂതൻ വന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്താ? പദ്ധതി എന്താ? മെസ്സേജ് എന്താ? ദൂതൻ പറഞ്ഞ മെസ്സേജ് സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? പറഞ്ഞോ? മക്കളുടെ അടുത്താണ് ചോദ്യം. ഇത് ക്ലാസ്. എനിക്ക് പഠിപ്പിക്കാനേ അറിയൂ, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. എന്താ ഉണ്ടായത്? എൻ്റെ വീട്ടിലെ എൻ്റെ 2 വയസ്സായ കുട്ടി അതിന് താഴെയുള്ള കുട്ടിയും കൊല്ലുന്നു. അപ്പൊ അപ്പുറത്തുള്ളവർ ചിരിക്കുമ്പോ അവന്റെ കുട്ടി മരിച്ചല്ലോ, സന്തോഷമായി അങ്ങനെ പറയൂ? ആരെങ്കിലും പറയുവോ? ഇല്ല. അപ്പുറത്തെ വീട്ടിലിരിക്കും. എന്തിനാണ് കൊന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതറിയാവുന്ന ഒരേ ഒരാൾ ആര് മാത്രമാണ്? ഹെരോദാവിന്റെ കൽപ്പന 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണം. അങ്ങനെ കൊന്നുകളയാൻ തീരുമാനിച്ചപ്പോ ആ നാട്ടില് ദുഃഖമാണോ സന്തോഷമാണോ ഉണ്ടാവുക? ഈ വീട്ടിൽ മരിച്ചു, അടുത്ത വീട്ടിൽ അപ്പൂപ്പന്മാരേ ഉള്ളൂ, അപ്പൂപ്പനും അമ്മമ്മയും അവിടെ മരിച്ചില്ല. അതിന്റെ അപ്പുറത്ത് വീണ്ടും ഒരു കുട്ടിയുണ്ട്. അങ്ങനെ 1.5 വിട്ടുള്ള വീടുകൾ. എന്നാൽ എന്റെ ബന്ധുക്കൾ ഉണ്ടാവും, എന്റെ അയൽക്കാരുണ്ടാവും. അവിടെ എല്ലാം ഇങ്ങനെ കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ, ദയനീയമായി അവർ കൊല്ലപ്പെടുമ്പോൾ വെട്ടിയരിഞ്ഞങ്ങ് കളയുവാണ്. അങ്ങനെ കൊന്നു കളയുമ്പോൾ എന്താ സംഭവിക്കുക? ദേശത്ത് മുഴുവൻ സങ്കടം ഉണ്ടാവും. നോക്കൂ, ഒരൊറ്റ കാര്യം മാത്രം, ഒരൊറ്റ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു. എന്താ സന്തോഷം? എല്ലാവർക്കും മഹാസന്തോഷം ഉണ്ടാവണം. പക്ഷെ നടന്നതോ? മഹാദുഃഖം. ആരെയാ കരുവാക്കിയത്? സാത്താൻ ഒരു ചൂണ്ടയിട്ടിട്ട് ആ ചൂണ്ടയിൽ ഒരു സാധനത്തിന് കൊരുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി, ദൂതന്മാരെ നോക്കി. നടക്കൂല. ദൂതന്മാരൊരിക്കലും വരില്ല. അച്ഛനും അമ്മയും നടക്കൂല. ഈ കുഞ്ഞിനെ കൊല്ലാൻ മാത്രമാണ് ആരുടെ മനസ്സിലുള്ള പദ്ധതി? ഈ കുഞ്ഞ് ഇവിടെ ജനിക്കരുത്, അല്ലെങ്കിൽ അവൻ വളരരുതെന്നാണ് പിശാചിന്റെ പദ്ധതി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആട്ടിടയന്മാരെ നോക്കി. ആട്ടിടയന്മാരെ വന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ആട്ടിടയന്മാരെ വെച്ച് ചെയ്യാം. അതിൽ എവനെങ്കിലും എടുത്തൊരു മനോവിഭ്രാന്തി ഉണ്ടായി. അവൻ ചെന്ന് കുഞ്ഞിനെടുത്ത് കാലവരെ തൂക്കി അടിച്ചാൽ പോരെ? കുഞ്ഞ് മരിക്കൂലേ? അങ്ങനെ പ്രവർത്തിക്കാൻ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അവർ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുന്നു. എന്താ പ്രശ്നം? മനസ്സിലായോ? ആട്ടിടയന്മാരെ പ്രവർത്തിക്കാൻ നോക്കിയപ്പം അവരെന്താ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? ദൈവത്തെ, അവർ വാക്യത്തിൽ വായിച്ചത് എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരോട് സുവിശേഷം പറയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുത്തനെ വെച്ച് ഇത് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പറഞ്ഞു വിദ്വാൻമാർ വരുമല്ലേ, എന്നാ പിന്നെ വിദ്വാൻമാരെ വെച്ച് ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്താലോ? വിദ്വാൻമാര് നോക്കിയപ്പം വിദ്വാൻമാര് സന്തോഷത്തോടു കൂടി വരുന്നു, തനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു, താണ് വീണ് എന്ത് ചെയ്യുന്നു? വണങ്ങുന്നു. എന്തുകൊണ്ടാണ് ഹെരോദാവിനെ തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ആട്ടിടയന്മാരെയും വിദ്വാൻമാരെയും ഒന്നും തെരഞ്ഞെടുക്കാൻ പറ്റാത്തത്? പിശാചിന് അവരെ ഒന്നും എടുക്കാൻ പറ്റാത്തത്? അവർ വണങ്ങുന്നവരും, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റൂല? പിശാചിനെ പിടിക്കാൻ പറ്റൂല. അതല്ലാത്ത ഒരുത്തനെ എന്ത് ചെയ്തു? ചൂണ്ടയിട്ട് പിടിച്ചു. ഇല്ലേ? ഒരു ദേശത്ത് മുഴുവൻ കരച്ചിലാക്കി. സകല ജനത്തിന് സന്തോഷം ഉണ്ടാകണമെന്ന് ദൂത് വന്നെങ്കിലും സകല ജനത്തിനും എന്താക്കി മാറ്റി? സങ്കടവും വിലാപവും കരച്ചിലുമാക്കി മാറ്റി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒരാൾ കടന്നു വരും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കും. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മനുഷ്യരിലൂടെയാണ്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരിലൂടെയാണ് ആര് പ്രവർത്തിക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, പാസ്റ്റർ നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ ഒരു കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരാരാണെന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. എല്ലാവരോടും ചിരിക്കും, എല്ലാവരോടും സ്നേഹം വേണം, എല്ലാവരോടും ചിരിക്കണം, എല്ലാവരോടും കൂട്ടുകൂടണം, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ആർക്കും എന്താവരുത്? അടിമയാകരുത്. മനസ്സിലായോ? അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തുള്ളിക്കളിക്കുന്ന പാവയായി മാറരുത് നമ്മൾ. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. മനസ്സിലായോ? നമുക്കൊരു സ്റ്റേൺ ആയിട്ടൊരു നിലപാടുണ്ട്. നമ്മൾ എന്താണ് നിലപാട്? പിശാച്
പല പദ്ധതികളും കൊണ്ടുവരും. പക്ഷെ ഞാൻ എന്ത് പദ്ധതിയിൽ നിൽക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് പദ്ധതിയിൽ നിൽക്കും? പിശാചിന്റെ ഒരു പ്രോജക്റ്റിന് ഞാൻ അടിമയല്ല. ഞാൻ ഏത് പ്രോജക്റ്റിൽ നിൽക്കും? മനസ്സിലായോ? അപ്പൊ നമ്മളെ കൊല്ലാനുള്ള, നമ്മളെ നശിപ്പിക്കാനുള്ള പദ്ധതികളിലല്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ നിൽക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം. അപ്പൊ നിങ്ങളെക്കുറിച്ചെല്ലാം വലിയ പ്രോജക്റ്റുകൾ ഉണ്ട് കേട്ടോ ദൈവത്തിന്. നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളാണ്. നിങ്ങൾക്കാർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഞാനൊരു ഓലക്കുടിലിൽ കിടക്കുന്നവനാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയില്ലാത്തവരാണ്, കൂലിപ്പണിക്കാരാണ്, എനിക്ക് അച്ഛനില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. കാരണം എന്താ? നിങ്ങളെക്കുറിച്ചെല്ലാം ഈ ജനിക്കുന്ന സമയത്ത് വലിയ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. ആ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ ഒരു 100 പദ്ധതി ആര് തയ്യാറാക്കുന്നുണ്ട് അപ്പുറത്ത്? പിശാച്. നിങ്ങൾ ഏത് പദ്ധതി എടുക്കണം, നിങ്ങൾ ഏത് പ്രോജക്റ്റ് സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഏതിന് വിധേയമായി ജീവിക്കണമെന്നും തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് നല്ല ബുദ്ധി തന്നിട്ടുള്ളത്, ദൈവം നമുക്ക് സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകാലുകൾ തന്നിട്ടുള്ളത്, നമുക്ക് ചിന്താശേഷി തന്നിട്ടുള്ളത്, നമുക്ക് സംസാരശേഷി തന്നിട്ടുള്ളത് യെസ് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, ചിലപ്പോഴൊക്കെ എന്തും പറയണം. അടിയളിയ എന്ന് പറഞ്ഞാൽ വേണ്ടളിയ എന്ന് പറയാനുള്ളൊരു മനസ്സ് വാക്കകത്തുനിന്ന് വരണം, ആ വാക്ക് വരണം. അവിടെ ഒരു നോ പറഞ്ഞില്ലെങ്കിൽ ആ അളിയൻ നമ്മളെയും കൊണ്ടങ്ങ് പോകും. അളിയ അടിപൊളിയാവും കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും കള്ളക്കടത്തൊക്കെ നടത്തി പൈസയൊക്കെ വെച്ച് അവൻ രക്ഷപ്പെടും. പക്ഷെ നമ്മള്, മനസ്സിലായോ? അവൻ എന്തെങ്കിലും അവൻ എന്ത് കരുതും? അവൻ അങ്ങ് പിണങ്ങിയാലോ, അവൻ നമ്മളെ ഇനി വെറുത്താലോ, അപ്പോൾ അവന്റെ മെസ്സേജ് വന്നില്ലെങ്കിലോ, അവൻ ഇനി എനിക്ക് ഹായ് ഇട്ടില്ലെങ്കിലോ, അവൻ സ്മൈലി തന്നില്ലെങ്കിലോ, ഒന്നുമില്ലെന്നേ. ഇതൊക്കെ വെറുതെയല്ലേ? ഈ സ്മൈലിയിലൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ സ്മൈലികൾ വരാനിരിക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകും. ദൈവം നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിന്റെ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ, സന്തോഷം മാത്രം തരാൻ കഴിയുന്ന, സമാധാനം മാത്രം, അഭിവൃദ്ധി മാത്രം തരാൻ കഴിയുന്ന പ്രോജക്റ്റുകൾ ദൈവം വയ്ക്കുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞ് പിശാചിന്റെ പദ്ധതികൾക്ക് ഇടം കൊടുക്കരുത് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരുന്ന അധ്യയന വർഷം ഏറ്റവും മനോഹരമാകട്ടെ. അടുത്ത വർഷങ്ങളിലൊക്കെ ഒരുപാട് വല്ല വിജയങ്ങൾ, ചെറിയ വിജയമൊന്നുമല്ല, ഏറ്റവും വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ. നിങ്ങൾ ഏറ്റവും ഉന്നതമായ അവസ്ഥകളിൽ എത്തട്ടെ എന്ന് ദൈവത്തിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിന് ദേവദാസന് നന്ദി പറയുന്നു.